അപ്പോൾ ഇവിടെയാണ് അടുത്ത എയർ റോൾ കിടക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് എയർ റോൾ. ഒരു എയർ റോൾ ഇതാണ്. ഇത് 2 സൈഡ് വരുന്നതുകൊണ്ട് ഇത് 6th ഓർഡർ ബാൻഡ് പാസ്. ബോസ് അക്വാസ്റ്റിമസ് എന്നുള്ള ബോസിൻ്റെ ഒറിജിനൽ പവേർഡ് സ്പീക്കർ സിസ്റ്റം. ഇത് അതിൻ്റെ സബ് വൂഫറാണ്. ഇനി ഇതിൻ്റെ ചാനൽസ് ഉണ്ട്, അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ സബ് വൂഫർ മാത്രമാണ്. ഇതിൻ്റെ പവർ ആക്റ്റീവ് സെക്ഷൻ മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. അതായത് ഇതൊന്ന് അയച്ച് നമുക്ക് ഇതിൻ്റെ ബോർഡും സർക്യൂട്ടൊക്കെ എങ്ങനെയാണുള്ളത് എന്നൊന്ന് കാണണം. ഇത് സാധനം ഇപ്പോൾ ഡെഡാണ്. എൻ്റെ അടുത്ത് സർവീസിന് ഒന്നാണ്. അപ്പോൾ ഇതുപോലെ ബോസിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ ആ ടൈപ്പൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ആൻറ്റിക് ടൈപ്പ് സാധനം വരുമ്പോൾ അതൊരു വെറൈറ്റി അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ മോഡൽ പറയുന്നത് അക്വാസ്റ്റിമസ് പവേർഡ് ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അക്വാസ്റ്റിമ ഭയങ്കര വെയിറ്റാണ്. അക്വാസ്റ്റിമസ് പവേർഡ് സ്പീക്കർ സിസ്റ്റം മോഡൽ 2683 ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ 1989 ആണ് ഇതിൻ്റെ മോഡൽ. എന്തായാലും ആ കാലത്ത് നമുക്കൊരു റേഡിയോ പോലും കിട്ടാനില്ലാത്ത ഒരു കാലത്ത് അന്ന് ഇറങ്ങിയിരുന്നു ഈ സാധനം. അതുപോലെ 19 kg ആണ് ഇതിൽ പറയുന്നത്. 19 kg ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അനുഭവപ്പുള്ളത് നല്ല ഹെവിയാണ്. 19 നല്ല തോന്നുക. ഇങ്ങനെയൊന്നും അനക്കാൻ പറ്റില്ല കേട്ടോ. 19 kg എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെന്ത് അയച്ച് പീസാക്കി നോക്കാം എന്താ സംഭവം. ഈ കാണുന്നത് ഇത് അലൂമിനിയം ആണ്, മെറ്റലാണ്, അലൂമിനിയാണ്. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ സിങ്കാണ്. ഈ ഏരിയയിലായിട്ടാണ് ഇതിൻ്റെ പവർ സെക്ഷൻ, അതായത് ആംപ്ലിഫയർ സെക്ഷൻ ഉള്ളത്. ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് 2 എയർ ഹോൾ ഉണ്ട്. ഇതിൻ്റെ പോർട്ട് 2 ഒരു ബാസ് ട്രബിൾ, അതിൻ്റെ കൺട്രോൾ ഇവിടെ കാണാം. ട്രബിൾ പിന്നെ നോർമൽ എന്നുള്ളത്. അത് നമ്മളിപ്പോൾ തിരിക്കുകയാണെങ്കിൽ അങ്ങനെ 2 സെക്ഷനിലേക്കായിട്ട് ഇങ്ങനെ പോകും. നോർമലിലേക്കും ട്രബിൾ എന്ന് പറയുമ്പോൾ ആ ബൂസ്റ്റിലേക്കും പോകും. അതിൽ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോർമൽ എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ലെവലിലേക്കാണ് വരിക. അതായത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളത് ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്ലാറ്റ് റെസ്പോൺസ് എന്ന് പറയില്ലേ, അതായത് ഡയറക്റ്റ് ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് ടോൺ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ അവസ്ഥയാണ് അതിൻ്റെ നാച്ചുറൽ. അതിൻ്റെ ഒരു ബ്രാൻഡ് ഒരു മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ ഉണ്ടാവുക. അതാണ് അതിൻ്റെ യഥാർത്ഥ മ്യൂസിക് ക്വാളിറ്റി. അതിനകത്തൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുക. ബാക്കിയൊക്കെ മാനിപ്പുലേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ആ വരുന്ന ആ ലെവലിൽ നിന്ന് നമ്മളിപ്പോൾ നാടൻ ടോൺ കൺട്രോളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഫ്ലാറ്റ് ലെവലിൽ നിന്നും ബാസ് കുറയ്ക്കുമ്പോൾ അവിടുന്ന് താഴോട്ടേക്ക് ഉള്ള അതിൻ്റെ ലോ ഫ്രീക്വൻസി കുറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കൊണ്ടുവന്ന് സെൻറ്റർ എത്തി പിന്നീട് നമ്മൾ ലെവൽ ഹൈ കൊണ്ടുവരുമ്പോൾ ബാസ് ലെവൽ ഹൈയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഫ്ലാറ്റ് ലെവലിൽ നിന്നും ബൂസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് മനസ്സിലായല്ലോ, അതൊന്ന് താഴോട്ട് ഒന്ന് മുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഞാൻ കണ്ട ആ അനുഭവത്തിൽ ആ സിസ്റ്റത്തിൽ അതെങ്ങനെ വെച്ചാൽ ഈ ഫ്ലാറ്റ് ലെവലിൽ നിന്ന് ബാസ് കുറയ്ക്കുമ്പോൾ ബാസ് കുറഞ്ഞിട്ട് ഈ ഫ്ലാറ്റ് ലെവലിലേക്കാണ് വരുന്നത്. അവിടുന്ന് ബാസ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ആ 2 വ്യത്യാസം കണ്ടില്ലേ. മറ്റേത് നമ്മൾ താഴോട്ടുള്ള ലെവലല്ല. അപ്പോൾ ആ താഴോട്ടുള്ള ലെവൽ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാത്ത, എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. വേറെ വഴിയില്ല. നമ്മളിപ്പോൾ ഇനി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കണം ഈ പറഞ്ഞ ഈ ഫ്ലാറ്റിൽ നിന്ന് ബൂസ്റ്റും നോർമലും ആ ഒരു അവസ്ഥ. അപ്പോൾ അതായിരിക്കും തോന്നുന്നു, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നമുക്ക് അയക്കാം, സ്ക്രൂ വെച്ച് നോക്കാം. ഒരു കസ്റ്റമർ നമ്മളവിടെ എത്തിച്ചതാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് പറ്റിയാൽ മാക്സിമം ക്ലിയർ ആക്കാൻ പറ്റുമോ നോക്കി, സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കി ചെയ്ത് കൊടുക്കാൻ പറ്റണം. നാടൻ രീതിയിലേക്ക് സർവീസ് ചെയ്യല്ല, അതിൻ്റേതായ രീതിയിൽ തന്നെ സർവീസ് ചെയ്യാൻ വല്ല ഓപ്ഷനും ഉണ്ടോ എന്ന് നോക്കുക. ഒരുപാട് യൂസ്ഡ് കിട്ടാനുണ്ടാവും. ഇങ്ങനത്തെ ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടോ മറ്റൊക്കെ പാർട്സ് കളക്ട് ചെയ്ത് ശരിയാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ല അഭിപ്രായം. മറ്റേത് നമ്മളെ ഈ സൂട്ടബിൾ അത് ശരിയല്ല. അപ്പോൾ ഇതാരോ മുമ്പ് പണിയെടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതാരോ ചെക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ടോ മറ്റോ സെക്കൻഡ്സ് വാങ്ങിയതോ എങ്ങനെയോ ആണ്. എന്തായാലും ആരോ കഴിവെച്ച് പണിയെടുത്തതാണ്. ഇത് അവിടെ ഈ സാധനം ഇൻപുട്ട് ഓഡിയോ ഇൻപുട്ട് എന്നുള്ള സെക്ഷനില്ല. അതുപോലെ കുറേ സ്ക്രൂസ് മിസ്സിങ് ആണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇത് മറ്റെന്തോ ഒരു തരം മെറ്റീരിയലാണ്. ഈ അലൂമിനിയം എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മളെ സൗണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം എന്താ അറിയില്ല, എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഊരിക്കളയാം. അപ്പം നല്ല ഈ വെയിറ്റ് മൊത്തം കിടക്കണ ഈ സാധനത്തിലാട്ടോ, ഈ ബാക്ക് പീസ് ഇതിനാണ് വെയിറ്റ്. ഓഫർ നമ്മൾക്ക് ഇത് ഇങ്ങനെ വെക്കാം. ഇവിടെ അതാ കൺട്രോളിൻ്റെ കണക്ഷനാണ്. ബോർഡ് നോക്കിയേ. അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് ചെക്ക് ചെയ്തതിൽ ഇത് രണ്ടും ഇതിൻ്റെ ക്യൂബ് സെക്ഷൻസ് ആണ്. അതായത് ഇത് രണ്ടും ചാനൽസാണ്. ഇവിടെ ഈ കാണുന്ന ഇതാണ് സബ് വൂഫറിൻ്റെ സെക്ഷൻ.
ഇത് സബ് ഊഫറിൻ്റെ സെക്ഷനും ഇത് 2 ചാനൽസിൻ്റെയും. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഈ ബോർഡ് നോക്കിയാൽ എന്തോ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു ബോർഡ്. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെക്കാം. ഇനി വേണ്ട, മോശമാക്കണ്ട, ആരെയും മോശമാക്കി നമ്മൾ കാണിക്കാൻ പാടില്ലല്ലോ. നമുക്ക് അത്രയല്ലേ കഴിയുള്ളൂ നമ്മുടെ നാട്ടിൽ. പക്ഷേ ആ ഒരു വർക്ക് നോക്കിയാൽ എൻ്റെ എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ട്, ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായമുള്ള സൗണ്ട് തരുന്ന ഒരു ഡിവൈസിൻ്റെ സർക്യൂട്ട് ബോർഡാണ്. ഓക്കെ, അത് തൊടുമുള്ള ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, അത്രേ ഉള്ളൂ. നമുക്കിത് തിരിച്ച് വെച്ചാൽ നല്ല ക്ലിയറായി. അപ്പോൾ ഫിൽറ്റർ കപ്പാസിറ്റേഴ്സ് 2 സെക്ഷൻ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മറ്റെന്തോ ഒരു തരം കേബിളാണ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി കൊടുത്താണ്. ഇതിൻ്റെ മെയിൻ സപ്ലൈ വരുന്നത്. ഇവിടെ ചെറിയ സ്ക്രൂസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഞാൻ കണ്ട പോലെ ഉണ്ട്. അവിടെ ഇതിൻ്റെ സ്ക്രൂസൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ വൂഫർ എന്ന് പറയുന്നത് നോക്കിയാൽ ബോസ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ബോസിന് അതിൻ്റെ മറ്റേ മോഡൽ നമ്പർ സീരിയൽ നമ്പർ ഇതുമാണ്. 94 ഇതുമിലിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 86 89 അവർ പിടിയില്ല. സ്പെക്കിൽ ഡേറ്റ് 89, ഇവിടെ 19/3/94 ആണ് കാണിക്കുന്നത്. ചിക്കാഗോ. വാവ്. ഈ വൂഫറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സർവീസ് ചെയ്തിട്ട് വേണം അത് നോക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഈ രീതിയിലാണ്. ഇതിൻ്റെ ബോക്സ് ഉള്ളത് ഒരു വെഡ്ജ് ബോക്സ് എന്നൊക്കെ പറയില്ലേ, ആ ഷേപ്പിലാണുള്ളത്. ഉണ്ടാവും ഇവിടെയൊക്കെ അതിൻ്റെ എയർ ഹോൾ കിടക്കുന്ന ഷേപ്പ്. ഇതൊക്കെ ഒരു തനി നാടൻ മേഡ് പോലെ തോന്നും കണ്ടാൽ. നമ്മൾ നാട്ടുപുറന്ന് വെച്ചടിച്ച പോലെ ഉള്ളൊരു ഫീലാണ് കാട്ടുന്നത്. പക്ഷേ യൂസയാണോ വലിയ എൻജിനീയേഴ്സ് ചെയ്തതാണ്. ഭയങ്കരമായ എന്താ പറയുക, ഹൈലി എക്സ്പെൻസീവായ ഒരു ഡിവൈസായിട്ടാണ് ഈ ബോസിനെ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനെ പറ്റി ഒന്ന് കൂടുതൽ ചെക്ക് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് സ്ഥിതി ഒന്ന് അയച്ചു നോക്കണം. അപ്പം സ്ക്രൂ അയച്ചെടുത്തു. നമുക്ക് ആ സ്ക്രൂ അതേപോലെ ആ മാഗ്നറ്റും തന്നെ ഒട്ടിച്ച് വെച്ചാൽ അവിടെ നിൽക്കും. ഓക്കെ, ഈ മെറ്റലും ഈ ട്രാൻസ്ഫോമറും കൂടി കൂടിയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ട്രാൻസ്ഫോമർ കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇനി മൾട്ടിമീറ്റർ വെച്ച് ഔട്ടൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. ട്രാൻസ്ഫോമിക് PT3312 9428 അതിൻ്റെ മോഡൽ നമ്പർ അങ്ങനെ എന്തോ ആയിരിക്കും. മറ്റൊരു സ്പെക്കും എവിടെയില്ല, പുറമെ ഒന്നും കാണുന്നില്ല. ഓക്കെ, ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ട്, നമ്മൾ സ്റ്റാൻഡ് ബൈയുടെ സർക്യൂട്ട് ആയിരിക്കാം. അപ്പോൾ ഈ ബോർഡ് അപ്പോൾ ഇതാണ് സർക്യൂട്ട്. കാണാൻ കിട്ടാത്ത മോഡലാണ് മുതലാണ്. ഇങ്ങനത്തെ കാണാൻ കിട്ടും, നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. നമുക്ക് വില എടുത്ത് വാങ്ങിയാൽ മാത്രമേ കിട്ടുള്ളൂ, അതാണ് ഇതിൻ്റെ സത്യം. ഓക്കെ, സർക്യൂട്ട് നോക്കിയ ഇതാണ് അവർക്ക് ഒരു 30 വർഷത്തോളം 30 വർഷത്തിലേറെ മുമ്പുള്ള സർക്യൂട്ടാണ് എന്നുള്ള ഓർക്കണം. നോക്കിയാൽ 30 വർഷത്തിലേറെ. എന്താ ഇപ്പോൾ പറയല്ലേ, നമ്മളിപ്പോൾ കാണുന്ന സർക്യൂട്ടുകൾ ചിലത് കാണുമ്പോൾ നമുക്കറിയാം ഒരു 2 വർഷം 3 വർഷം ആകുമ്പോഴത്തേക്കും ആ ലെഡിൻ്റെ അവസ്ഥ, ആ പ്രിൻറ്റിൻ്റെ അവസ്ഥ അല്ലേ. ഇതൊരു 30 വർഷത്തിലേറെ. 94 തന്നെ കൂട്ടാം. 94, 2004, 2014, 2024, 30 വർഷം. ഓ, അപ്പോൾ ഇതാണ് സബിന് സെക്ഷൻ. അതിൻ്റെ പ്രിൻ്റ് സൈഡാണ് ഇത്, ചാനലിൻ്റെ പ്രിൻ്റ് സൈഡാണ്. ഡ്യുവൽ സപ്ലൈ ആണ്. സർക്യൂട്ട് പവറിനുള്ളത്, ആംപ്ലിഫയറിനുള്ളത്. ഗ്രൗണ്ടിങ്ങിന് തന്നെ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന സ്റ്റാർ കണക്ഷൻ ആയിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം പിന്നീട്. അപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലോരോ ചിപ്പ് ഇപ്പോൾ അങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഔട്ട്പുട്ടിൽ കാണുന്ന മിക്കവാറും ഒരുവിധം എല്ലാ പാർട്സും ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ 137,653 ഞാനിപ്പോൾ ഈ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ മൊറോക്കോ 137
654. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ സൂട്ടബിൾ ഒപ്പിക്കുക പറഞ്ഞാൽ നമുക്കിതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ മറ്റേതെങ്കിലും സെക്ഷൻ പോയതോ അല്ലെങ്കിൽ വൂഫർ പോയതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വിൽക്കുന്നതൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടൊക്കെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. അതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അങ്ങോട്ടോ അതിൽ നിന്ന് ഇങ്ങോട്ടോ ഇട്ടിട്ട് നമുക്ക് സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ അത് ചാനൽസിൻ്റെ ഔട്ടാണ് ഈ കാണുന്ന ട്രാൻസിസ്റ്റേഴ്സ്. ഫിൽറ്റർ കപ്പാസിറ്റേഴ്സ് ആയിട്ട് ഉപയോഗിച്ചൊരു 10,050 നിച്ചിക്കോൺ. എന്താണല്ലേ, നമുക്കെന്തായാലും ഇവിടെ ഒറിജിനൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കിട്ടുകയാണെങ്കിൽ തന്നെയുള്ള വില നമുക്ക് ആലോചിച്ചറിയാം, അതിൻ്റെ ഒറിജിനൽ കിട്ടുമ്പോഴുള്ള വില. അപ്പോൾ ഇനിയിപ്പോൾ ഈ ടോൺ സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ടോൺ സെക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4558 ആണ്, 4558D. അത് ടോൺ സെക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ MPQ 394, അതുപോലെ ടോൺ ആൻഡ് പ്രീ സെക്ഷൻ ഓപ്പാമ്പുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് 4558D തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ആ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് അനലോഗ് സർക്യൂട്ട്, കംപ്ലീറ്റ് നല്ലൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് അനലോഗ് സർക്യൂട്ടാണ് ഇപ്പോൾ ഒരു 2.1. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ്. ഇതിൽ ഇപ്പോൾ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്, ഒന്ന് ആ വൂഫറിൻ്റെ ആ ഒരു പ്രത്യേകത. വൂഫർ ഒന്ന് അയച്ച് നോക്കാവുന്നതാണ് നമുക്ക് കോണ് ജസ്റ്റ് ഒന്ന് കാണാൻ. ബാക്കി ഇതിൻ്റെ ഈ സർക്യൂട്ട് തന്നെയാണ് ഏറ്റവും വലിയ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. എനിക്കൊരു വല്ലാത്തൊരു അത്ഭുതം അല്ല, വല്ലാത്തൊരു കൗതുകമായിട്ടാണ് ഞാനിപ്പോൾ ഈ സർക്യൂട്ട് കാണുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വൂഫറിൻ്റെ കോൺ സെക്ഷൻ നമുക്കൊന്ന് കാണണമെങ്കിൽ നമ്മളിപ്പോൾ അത് അയച്ച് നോക്കണം. അയക്കാൻ റിസ്ക് ആണോ എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കാൻ ശ്രമിച്ച് നോക്കാം, എന്താ സ്ഥിതി എന്നറിയില്ല. ഇവിടെ ഒരു കണ്ടെയ്നറാണ്, ഇതൊരു കണ്ടെയ്നറാണ്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇത് നമ്മുടെ ബോക്സ് സ്ക്വയറാണ്, പക്ഷെ ഉള്ളിൽ വെഡ്ജ് ഷേപ്പാണ്. ഉള്ളിൽ ഈ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. 6th ഓർഡർ ബാൻഡ് പാസ് എന്നൊക്കെ പറയില്ല, അതാണ് ഇപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ കാണുന്നത്. 6th ഓർഡർ ബാൻഡ് പാസ്. 4th ഓർഡർ ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള എയറാണ് പോകുന്നത്, ഈ ഭാഗത്തു നിന്നുള്ള ഈ എയർ ഹോൾ, ഈ ഭാഗത്ത് ഇവിടെ ഒരു എയർ ഹോൾ ഉണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിലൊരു എയർ ഹോൾ ഉണ്ട്. അത് ഈ ഭാഗത്ത് ഞാൻ കാണിച്ചത് 2 എയർ ഹോൾ ഉണ്ട്. അപ്പോൾ ബാൻഡ് പാസിൽ 6th ഓർഡർ ബാൻഡ് പാസ്, അതാണ് വൂഫർ പുറത്ത് കാണാത്തത്. 2 എയർ ഹോൾ ഉണ്ടെന്നാണ്. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല, എപ്പോഴാണ് ഞാനത് കാണുന്നത്. ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വന്നൊരു പ്രശ്നമാണ്. ഇവിടെ സ്ക്രൂ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല, അവർ സ്ക്രൂ ചെയ്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഒരു പ്രശ്നമല്ല. എൻ്റെ മോനെ അതൊക്കെ 30 വർഷം മുമ്പ് സ്ക്രൂ ചെയ്തതാണ്. ഈ കാലത്ത് 3 വർഷമായുള്ള സ്ക്രൂവിൻ്റെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. 30 വർഷം മുമ്പ് ചെയ്ത സ്ക്രൂ. എന്തുകൊണ്ടാണ് അന്നും ഇന്നും ഇത്രയും വ്യത്യാസം എന്നുള്ളതാണ് എനിക്കിപ്പോൾ ആലോചിച്ച് പിടിയിട്ടത്. മായം കലർത്തിയാലും എന്ത് ചെയ്താലും ഇത്രയ്ക്കും വ്യത്യാസം, വല്ലാത്തൊരു വ്യത്യാസമാണ്. നമുക്ക് നമ്മളെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ കിട്ടുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. അങ്ങനെ വളരെ മോശമായ ക്വാളിറ്റി കിട്ടുന്നത് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പം വരില്ലേ? വന്നു, എന്തൊക്കെയോ പൊളിഞ്ഞു. ഇവിടെ ഒരു സാധനം പാഡ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഊഫറിൻ്റെ കോണാണ് കാരണം, എന്തൊക്കെയോ പല്ലി കൂറ പാറ്റൊക്കെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹാർഡാണ് പേപ്പർ, ഹാർഡാണ് പിടിക്കുമ്പോൾ, ഭയങ്കര സ്ട്രോങ് ആണ്, ഹാർഡാണ്. ഓക്കെ, ചുറ്റുമൊക്കെ ചിക്കാഗോ. അപ്പോൾ ഇതാണ് ഓഫർ. ഇതിനിപ്പോൾ ഇതേ സെക്ഷനിൽ തന്നെ ചുട്ടിയാണ്. ഇതിൻ്റെ നമ്മളെ ഈ സ്ക്രൂ ചെയ്യുന്ന ഏരിയത്തെ അത് ആ മാസ്ക് പൊളിഞ്ഞു പോയി. നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഒരു ചേമ്പറുണ്ട്, ഇവിടെ അകത്ത് ഇവിടെ ഒരു ചേമ്പർ. അപ്പോൾ ഇത് ബാക്ക് സൈഡിലാണ് സ്പേസ് കൂടുതൽ, ഈ ഭാഗം വളരെ ടൈറ്റിലേക്കാണ്, കുറഞ്ഞതിലേക്കാണുള്ളത്. അപ്പോൾ ഇവിടെയാണ് അടുത്ത എയർ ഹോൾ കിടക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് എയർ ഹോൾ. ഒരു എയർ ഹോൾ ഇതാണ്. നമ്മളിപ്പോൾ ഈ ഒരു എയർ ഹോളേ ഉള്ളൂ എങ്കിൽ ഇവിടെ സീൽഡ് ആണെങ്കിൽ ഇത് 4th ഓർഡർ ബാൻഡ് പാസ്. ഇപ്പോൾ ഇത് 2 സൈഡ് വരുന്നതുകൊണ്ട് ഇത് 6th ഓർഡർ ബാൻഡ് പാസ്. അപ്പോൾ കൊള്ളാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ആ ഡിസൈൻ. എനിക്കൊരു 4th ഓർഡർ ബാൻഡ് പാസ് ചെയ്യുന്നതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് 6th ഓർഡറിൽ ചെയ്യുമ്പോഴുള്ള ഒരു കോംപ്ലിക്കേഷൻ അതിൻ്റെ 3x 5x കൂട്ടാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ, വല്ലാത്തൊരു ടാസ്ക് തന്നെയാണത്. എന്തായാലും ഇപ്പോൾ ഇത്രയും
ഇത്രയും ഇതിൽ കൂടുതൽ ഞാൻ അയക്കാനില്ലെന്നു. അപ്പോൾ മാക്സിമം ഞാൻ അയച്ചു പീസാക്കി. നമുക്ക് ബോസിൻ്റെ ഇൻറ്റേർണൽ പാർട്സാണിത്. ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് ഇവിടെ വെച്ച് മൂടിയിട്ട് നമുക്ക് അടുത്ത ഇതിൻ്റെ സർവീസിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതാണ് ഇനി അടുത്ത പണി. അപ്പം അതൊക്കെ പഴയ പോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വർക്ക് ഉണ്ട്. അതായത് ഇതിൻ്റെ വർക്ക് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ടാസ്ക് വരിക എന്നുള്ളത് വെച്ചാൽ, ഒന്ന് ഈ പാർട്സ് അപ്പ് ചെയ്യുക, കമ്പണൻസ് അതിലെല്ലാം കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ ബോസ് അല്ല. ബോസ് ആണെങ്കിൽ ബോസിൻ്റെ സാധനം തന്നെ വേണം. ഇപ്പോൾ സോണി ആണെങ്കിൽ സോണിയുടെ സാധനം വേണം. ഫിലിപ്സ് ആണെങ്കിൽ അതിൻ്റെ സാധനം വേണം. അതിന് പകരം മറ്റെന്തോ ഇട്ടിട്ട് അതിങ്ങനെയോ ഓണാക്കിയിട്ട്, അപ്പോൾ അതല്ല, ആ ബ്രാൻഡല്ല, അത് മാറി. ആ വാല്യൂ അവിടെ വരുന്നു എന്നതുകൊണ്ട് മാത്രം അത് കറക്റ്റാവില്ല. ആ വാല്യൂ ആ ക്വാളിറ്റിയിൽ വന്നാൽ മാത്രമേ അത് ആ പ്രോഡക്റ്റ് ആവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കിട്ടാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ ടാസ്ക് വരിക. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു വളരെ പ്രായം ചെന്ന ഒരു പുതിയ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയുക? അടുത്ത വീഡിയോയിൽ കാണാം.